ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു 3 ഫേസ് മീറ്റർ ബോക്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, 3 ഫേസ് ഡി ബിനെ കുറിച്ച്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു 3 ഫേസ്. ഇനി അതിനെക്കുറിച്ച് ഡൗട്ടും കാര്യങ്ങളും ഉള്ളവർ ഞാൻ എൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഇതൊരു 3 ഫേസ് മീറ്റർ ബോക്സ് ആണ്. മീറ്റർ ബോക്സ് അതായത് മീറ്റർ KCBയുടെ മീറ്റർ വെക്കുന്നതിന് മുന്നേ ചെയ്തിരിക്കുന്നൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ കാണുന്ന 3 ഫേസിൻ്റെ ആ ഫേസ് 3 ഫേസ് RYB, പിന്നെ ന്യൂട്രൽ, പിന്നെ എർത്ത്, ഇതെല്ലാം വന്നിരിക്കുന്നത് ഡി ബിയിൽ നിന്നാണ്. 3 ഫേസ് ഡി ബിയിൽ നിന്നാണ് വരുന്നത്. അത് ഡയറക്റ്റായിട്ട് 3 ഫേസ് ഡി ബിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് വരുന്നത് ഈ 3 ഫേസ് ഡി ബിയിലേക്ക് പോകുന്നത് ഈ ഫ്യൂസ് വഴിയായിട്ടാണ്. ഈ ഫ്യൂസുകളിലൂടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 32 ആംസ് 415 വോൾട്ട്, അത്രയും 32 ആംപിയർ വരെ താങ്ങാൻ കഴിയുന്ന ഫ്യൂസ് കാരിയറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 3 ഫ്യൂസ് കാരിയർ ഉണ്ട്. അത് 3 ഫേസിനും 3 ഫ്യൂസ് കാരിയർ വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് മീറ്റർ വരുന്നത്. KCBയുടെ 3 ഫേസിൻ്റെ മീറ്റർ വരുന്നത് ഇവിടെയാണ്. ആ മീറ്റർ ബോക്സിൽ നിന്ന്, ആ മീറ്ററിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫ്യൂസിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് കൊടുക്കുന്നത്. RY കളർ കാണാൻ സാധിക്കും, YB, അങ്ങനെ 3 കളർ RYB. ഇപ്പോൾ ഓൾറെഡി സിംഗിൾ ഫേസ് ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഓൾറെഡി മീറ്ററിൽ നിന്നും സപ്ലൈ ഫ്യൂസിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് സാധാ സിംഗിൾ ഫേസ്, ഒറ്റ സിംഗിൾ ഫേസ് വന്നിട്ട് ആ ഫേസ് ഈ 3 എണ്ണത്തിൻ്റെയും RYBയുടെ എല്ലാം കൂടി ഒന്നിച്ച് കൂട്ടി ജോയിൻ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നു. ഇത് ആ ഫ്യൂസ് കാരിയറിൻ്റെ ഔട്ടാണ്. ഈ വഴി ഔട്ട്, അത് ഫ്യൂസ് വഴി RYB വഴി ഡയറക്റ്റായിട്ട് ആ ഫ്യൂസിൻ്റെ ഔട്ടാണ് ഡി ബിയിലേക്ക് പോകുന്നത്. ഡി ബിയിലേക്ക് നിന്ന് വന്നിരിക്കുന്ന 2 പൈപ്പുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഡി ബിയിലേക്ക് പോകുന്ന ഇത്. അതിനുശേഷം പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ന്യൂട്രൽ ഡയറക്റ്റ് കൊടുക്കാം. അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ഒരു ന്യൂട്രൽ ലിങ്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ന്യൂട്രൽ ലിങ്ക് ഇതുപോലെ തന്നെ ഫ്യൂസ് പോലെ തന്നെ ന്യൂട്രൽ ലിങ്ക് വെച്ച് കൊടുത്ത് ന്യൂട്രൽ ലിങ്ക് വഴി പോകുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിൻ്റെ ഫ്യൂസ് ഊരി എടുത്തിട്ട്, ഇതിൻ്റെ ഫ്യൂസ് കാണാം. ഈ ഇങ്ങേ സൈഡിലാണ് ഓൾറെഡി ഒന്ന് ഫ്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. ഫ്യൂസ് എങ്ങനെ കണക്ട് ചെയ്യാമെന്നും കാര്യങ്ങളും എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂസ് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളത് വ്യക്തമായിട്ട് അടുത്ത വീഡിയോ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിട്ട് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. മിനിമം ഒരു ഫ്യൂസ് നമ്മൾ കിട്ടുന്നത് മിനിമം അതായത് ഒരു വയറിൻ്റെ നമ്മൾ 1.5 2.5 വയർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് മിനിമം ഒരു 3 എണ്ണമെങ്കിലും നമ്മൾ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് കുറേ വയറുകളുണ്ടാകും. അതിന് 3 എണ്ണമെങ്കിലും എടുത്തിട്ട് ലിങ്ക് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ബെറ്റർ. ഇത് ഫ്യൂസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു ലിങ്കിൽ നിന്നാണ്, ഇവിടെയാണ് നമുക്ക് സപ്ലൈ വന്നിരിക്കുന്നത്. ആ സപ്ലൈ വന്നിട്ട് ഫ്യൂസ് വഴി ജസ്റ്റ് അപ്പുറത്തേക്ക് പോകും. ആ പോകുന്നത് ഒരു ഫ്യൂസ് നമ്മളായിട്ടിരിക്കുന്ന വയറ് വഴിയായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഹൈ ലോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും എർത്തിങ് മാത്രമല്ല ഷോർട്ടിങ് വരുന്ന സമയത്ത് ആ സെൻറ്റർ നമ്മൾ കൊടുത്തിരുന്ന ഈ ഫ്യൂസ് ഉരുകിപ്പോവും. അങ്ങനെയാണ് നമ്മുടെ എല്ലാ വീടിൻ്റെ എല്ലാ സർക്യൂട്ടുകളും സേഫ്റ്റി ആയിട്ട് സംരക്ഷിക്കപ്പെടുന്നത്. ഹൈ ആംപിയർ എടുത്താലും ഈ ഫ്യൂസ് ഉരുകിപ്പോവും. ഫ്യൂസ് നമുക്ക് കറക്റ്റായിട്ട് അത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 32 ആംസ് ഓരോ ഫേസും എടുക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 32 ആംസ് വെച്ച് ഓരോ ഫേസിലും നമുക്ക് മാക്സിമം കിട്ടാവുന്ന രീതിയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇവിടേക്ക് വന്ന സപ്ലൈ വന്നു. ഇനി ഫ്യൂസ് നമ്മൾ ഇട്ടതിന് ശേഷം തൊട്ടപ്പുറത്ത് സപ്ലൈ ഉണ്ടാവും, അത് നേരെ അതിലേക്ക് പോയി. പിന്നെ അവിടെയാണ് നമ്മൾ ന്യൂട്രൽ ലിങ്ക് വെക്കാനുള്ളൊരു ഓപ്ഷൻ ഈ മീറ്റർ ബോക്സിലുണ്ട്. പിന്നെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് എർത്ത് ഡി ബിയിൽ നിന്ന് വരുന്നതാണ്. ഡി ബിയിൽ നിന്ന് വരുന്ന എർത്ത് അത് നേരിട്ട് ഡി ബി വഴി എർത്ത് നമ്മൾ നേരെ ഭിത്തിയുടെ അവിടെ താഴേക്ക് ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഈ പൈപ്പ് വഴി നമ്മൾ നേരെ താഴെ എർത്ത് റോഡിൽ ലിങ്ക് ചെയ്യും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള പുതിയ ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നത് നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെ മാക്സിമം കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ താല്പര്യപ്പെടുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അയച്ചു കൊടുക്കാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ്.